ഈ ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരാഴ്ച നിങ്ങളുടെ എനർജി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, വി ഗോട്ട് 6 of Wands. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് കരിയർ വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റെക്കഗ്നീഷനും റിവാർഡും, ചില വ്യക്തികൾക്ക് ഒരു ഫെയിം വരെ വരാൻ സാധ്യത കാണുന്നുണ്ട്. മാരേജ് നോക്കുന്നവർക്കാണെങ്കിൽ മാരേജ് ഫിക്സ് ആവുന്നതായിട്ട്, ഈവൻ ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ നടക്കുന്നു. 10 of Swords ആണ്. ചിന്താപരമായി നിങ്ങൾ വളരെയധികം ഡ്രെയിൻഡ് ആകാൻ സാധ്യതയുണ്ട്. അതായത് മടുത്തു എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന തരത്തിലേക്ക് നിങ്ങളുടെ തോട്ട്സ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന സാഹചര്യവും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. നെഗറ്റീവ് തോട്ട്സുകളിൽ നിന്നും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ജോലി ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്കിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പോളിഷ് യുവർ സ്കിൽസ്. അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാഷനെ നിങ്ങളൊന്ന് പൊടി തട്ടി അതെങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി തീർക്കാം എന്ന് വിചാരിച്ച് അതിനു വേണ്ടി വർക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. അത് സ്റ്റക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ. ഈവൻ ദോ നിങ്ങൾക്ക് ചെയ്തു വെച്ച കാര്യങ്ങളുടെ റിസൾട്ട് വരുമെങ്കിലും അതിൻ്റെ അകത്തൊന്നും നിങ്ങൾക്ക് ഒരു സംതൃപ്തി അല്ല ഉള്ളത്. ശരിക്കും ഒരു ഡിപ്രസീവ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ കടക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് വെറുതെയാണെന്ന് മനസ്സിലാക്കുക. കാരണം എവറിത്തിങ് ഈസ് പോസിറ്റീവ്ലി ഹാപ്പനിങ്. ഇത് നിങ്ങളുടെ ഒരു ശീലം എവിടെയോ എന്നോ ഉണ്ടായിരുന്നത് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. യു ഹാവ് ടു ബ്രേക്ക് ദാറ്റ് പാറ്റേൺ എന്ന് മനസ്സിലാക്കുക. ആൻഡ് വി ഗോട്ട് ദ ലവേഴ്സ് കാർഡ്. ഓക്കെ, ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ നിന്ന് പുറത്ത് കടക്കുകയും വേണം, എന്നാൽ പുതിയതായിട്ട് എന്ത് ചെയ്യും എന്നുള്ള ഡിസിഷൻ എടുക്കുകയും വേണം. ഈ ഡിസിഷൻ എടുക്കാതെ രണ്ട് വള്ളത്തിലും കാല് ചവിട്ടി നിൽക്കുന്ന ഒരു സെനാരിയോ നിങ്ങൾക്കിപ്പം യോജിക്കുന്നതല്ല. യു ഹാവ് ടു ടേക്ക് എ ബോൾഡ് ഡിസിഷൻ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കൊരു സോൾമേറ്റ് പ്രസൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടാകും. അത് റൊമാൻറ്റിക് എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു സോൾമേറ്റിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഡിസിഷനെ ഹെൽപ്പ് ചെയ്യാനും ഉണ്ടായിരിക്കുന്നതാണ്. ബോട്ടം എനർജി വന്നിരിക്കുന്നത് 4 of Cups ആണ്. യു ഹാവ് ടു മൂവ് ഓൺ ഫ്രം സംതിങ് നെഗറ്റീവ്. നെഗറ്റീവായിട്ടുള്ള പാസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങൾക്ക് എത്തുക എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ ഒരാഴ്ച. കുറച്ച് മിക്സ്ഡ് എനർജിയാണ്. കോൺഷ്യസ്ലി ഇമോഷൻസിനെ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വെരി പോസിറ്റീവ് ആക്കി മാറ്റാൻ സാധിക്കും.